ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയായ CMRൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും അവരുടെ എക്സാലോജിക് കമ്പനിക്കും യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ തന്നെ 1,72,00,000 രൂപയോളം കൈമാറി എന്നതാണ് ഈ കേസിലെ പ്രധാന ആരോപണം. ആദായനികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലാണ് CMRൽ നിന്ന് വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനും പണം ലഭിച്ചതായി ആദ്യമായി വ്യക്തമാകുന്നത്. കോടികളുടെ അഴിമതി ആരോപണത്തെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എക്സാലോജിക്കിനെതിരെയും CMRലിനെതിരെയും അന്വേഷണം തുടങ്ങി. സാമ്പത്തിക ഇടപാടുകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കേവലം 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടല്ല ഇത് എന്നും മറിച്ച് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നിയമവിരുദ്ധമായ പ്രതിഫല കൈമാറ്റമാണെന്നും ആരോപണം ഉയർന്നു. മാസപ്പടി വിവാദത്തിൽ ആദ്യമായി ശക്തമായ നിയമപോരാട്ടവുമായി രംഗത്തുവന്നത് BJP വക്താവ് ഷോൺ ജോർജാണ്. ഷോൺ നൽകിയ ഹർജികളെയും പരാതികളെയും തുടർന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും വീണ വിജയനെ 11ാം പ്രതിയാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടനും തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതി ഈ ഹർജി തള്ളി. ഏതായാലും മാസപ്പടി കേസ് അന്നത്തെ ഇടതു സർക്കാരിനെ സംശയത്തിന്റെ നിഴലിലാക്കി. തീരദേശ സംരക്ഷണ നിയമങ്ങളും പ്രാദേശികമായ എതിർപ്പുകളും മൂലം CMRലിന് ഖനനാനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോട് അനുമതിയുടെ പ്രൊമോട്ടറായ ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടതായും ആരോപണമുയർന്നു. ഈ ഉന്നതതല ഇടപെടലിന് തൊട്ടു പിന്നാലെയാണ് വീണയ്ക്ക് CMRൽ നിന്ന് പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നത്. 2016 ഡിസംബർ 20 കത്തിന് പിന്നാലെ 2017 മാർച്ച് 2 എക്സാലോജിക് കമ്പനിയുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ പരിപാലന കരാറിലും ഏർപ്പെട്ടു. റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് പ്രതിമാസ പണമിടപാടുകളെന്ന് പ്രധാന ആരോപണം. അതേസമയം ഇടപാടുകൾ അന്വേഷിക്കാൻ EDക്ക് അധികാരമില്ല എന്നും SFIO അന്വേഷണം നടക്കുന്നുണ്ടെന്നുമുള്ള വാദങ്ങൾ ഉയർത്തി CMRൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഒടുവിൽ CMRലും എക്സാലോജിക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളി. EDക്ക് കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ എക്സാലോജിക്കിനും CMRലിനുമെതിരെയുള്ള ED നടപടികൾ നിയമപരമായി സാധൂകരിക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് പിണറായി വിജയന്റെ വീടുകളിലും CMRലിന്റെ ഓഫീസിലും അടക്കം ED പരിശോധനയിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.